കഴിഞ്ഞ ദിവസം ഫെറോനയിലെ യൂത്തിലെ കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫെറോനയിലെ എല്ലാ യുവാക്കളുടെയും ഒരു സംഗമം പ്ലാൻ ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് ഒത്തിരിയേറെ ചർച്ചകളുണ്ടെന്നിടയ്ക്ക് ഒരു യുവാവ് ചോദിച്ചു, അച്ഛാ, നമ്മളിങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ പള്ളിയിൽ പോലും ആരും കയറുന്നില്ല. ഇപ്പോൾ ഉള്ളത് പണ്ടത്തെ കുറേ അമ്മച്ചിമാരും അപ്പച്ചന്മാരും മാത്രമാണ്. നമ്മളിങ്ങനെ യൂത്തിനെ പള്ളിയിൽ കൊണ്ടുവരാൻ വേണ്ടി കുറേ കാര്യം ചെയ്യുമ്പോൾ ഇതൊക്കെ ക്ലിക്കാവോ? നല്ല ചോദ്യമാണ്. എന്നിട്ട് ഒരു ചോദ്യം കൂടി കൂട്ടിച്ചേർത്തു. അവിടെയാണ് എന്നെ ചിന്തിപ്പിച്ചത്. അവൻ ചോദിച്ചിങ്ങനെയാണ്, അച്ഛാ, എത്ര കാലം ഈ പള്ളി ഇങ്ങനെ തുറന്നു നടക്കും? എത്ര കാലം ഈ പള്ളിക്കകത്ത് ആളുണ്ടാവും? അച്ഛന് ഉറപ്പ് പറയാൻ പറ്റുമോ ഒരു 10 വർഷം കഴിഞ്ഞാൽ പള്ളി നിറച്ച ആളുണ്ടാവുമെന്ന്? ആ സമയത്ത് പ്രത്യേകിച്ച് ഉത്തരവൊന്നും പറയാൻ തോന്നിയില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. പക്ഷേ ഇന്നത്തെ ഗോസ്പൽ വായിച്ചപ്പോൾ അതിൻ്റെ കൃത്യമായ ഉത്തരവുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അതെ, ഞങ്ങളൊക്കെ ഉപവസിക്കുന്നുണ്ട്, നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല. കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ലക്ഷ്യം. ശിഷ്യന്മാരെക്കുറിച്ച് കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ യേശു പറഞ്ഞൊരു പോയിൻ്റ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ അവരുടെ കൂടെ ഉണ്ട്, മണവാളം കൂടെ ഉണ്ട്. ഞാൻ ഇല്ലായിരിക്കുന്ന ഒരു സമയം വരും, അന്ന് അവർ ഉപവസിച്ചോളും. യേശു ഒരിക്കൽ പോലും ഉപവസിക്കാതിരിക്കുന്നതിന് നന്മയോ ഉപവസിക്കുന്നതിന് നന്മയോ പറഞ്ഞില്ല. ഒരു ടൈം വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യ്, അവർ ഉപവസിച്ചോളും. ദർ ഷുഡ് ബി എ ടൈം. എല്ലാവർക്കും ഒരു സമയമുണ്ട്. ആ സമയത്തിൽ എല്ലാം നടന്നോളും. നമ്മൾ ഇതിനെ ഓർത്ത് പേടിക്കൊന്നും വേണ്ട. അന്ന് ഒരു കൂട്ടത്തിൽ നിന്ന് 10 വർഷം കഴിഞ്ഞ് പള്ളിയിൽ ആരെങ്കിലും ഉണ്ടാവും ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം വളരെ ക്ലിയറാണ്. ഒരു സമയമുണ്ട്. 2000 വർഷങ്ങളായിട്ട് സഭയെ നശിപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റിയോ? അങ്ങനെയൊന്നും ഒന്നും നശിച്ചു പോവില്ല. കാരണം ഇത് കർത്താവിൻ്റെ സഭയല്ലേ. ഒരു സമയം എല്ലാത്തിനുമുണ്ട്. നമ്മൾ കാണേണ്ടത് വിശ്വാസത്തിൻ്റെ തലം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഒരു വീട്ടിലെ അമ്മയ്ക്ക് ഏറ്റവും നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മക്കൾക്ക് അത്ര വിശ്വാസം ഉണ്ടെന്നൊരു നിർബന്ധമില്ല. പക്ഷേ കാലാന്തരത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടാകേണ്ട പല സാഹചര്യങ്ങളുണ്ടാവും. അന്ന് അവർ ഓടിച്ചെന്ന് മുട്ടുകുത്തും. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ അവരുടെ മുമ്പിൽ നന്നായിട്ട് ജീവിക്കുക എന്നേ ഉള്ളൂ. എല്ലാവർക്കും ഒരു സമയമുണ്ട്. ഈ സമയത്തിന് വേണ്ടി ഒന്ന് കാത്തിരിക്കുക എന്നേ ഉള്ളൂ. നമ്മളെപ്പോലെ എന്തുകൊണ്ട് അവരായില്ല ഇവരായില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും ദൈവത്തിലേക്ക് തന്നെയാണ്. നമ്മളെക്കാളും ഒരു പക്ഷേ നല്ല രീതിയിൽ അവർ ദൈവത്തിലേക്ക് അടുക്കില്ല എന്ന് എന്താ ഉറപ്പ്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.